വഞ്ചിയൂരിൽ വഴിതടഞ്ഞുള്ള CPIM പാളയം ഏരിയ സമ്മേളനം നടത്തേണ്ടിയിരുന്നില്ല എന്ന ഒരു തിരിച്ചറിവോടെയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഇന്ന് പ്രതികരിച്ചത്. പ്രധാന വഴി ബ്ലോക്ക് ചെയ്തിട്ടില്ല. സ്മാർട്ട് സിറ്റി റോഡ് പണിയുടെ ഭാഗമായി ബ്ലോക്ക് ചെയ്ത സാഹചര്യത്തിലാണ് റോഡിൽ സ്റ്റേജ് കെട്ടിയതെന്നും വി ജോയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കണ്ടിട്ട് വരാം. വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദം വന്നിരിക്കുന്നത്. അല്ല, അത് നിശ്ചയമായും അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വഞ്ചൂരിലേക്ക് വരുന്ന റോഡ് അവര് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ആ റോഡിലെ പൈപ്പിന്റെ പണി നടത്തുന്നതിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ യഥാർത്ഥത്തിൽ ആമേഴിഞ്ചാൻ തോടിന്റെ മുകളിലുള്ള ആ റോഡിന്റെ ഭാഗം സ്റ്റേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയത്. ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ സ്റ്റേജ് കെട്ടേണ്ടി വന്നത്. എന്നിരുന്നാലും ശരി തന്നെ, എന്തെല്ലാം ആ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. തലസ്ഥാനത്ത് ഇത് പുതിയ കാര്യമല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാമല്ലോ അല്ലേ? നടപ്പാതകൾ കയ്യേറിയുള്ള സമരവും പരസ്യ ബോർഡും എല്ലാം നിത്യം നമ്മൾ കാണുന്ന കാഴ്ചയാണ്. കോടതിയുടെ ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയാണ് എല്ലാം നടക്കുന്നതെന്നും വ്യക്തമാണ്. TV പ്രസാദിലേക്ക് നമുക്ക് ആദ്യം പോകാം. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. ഇതൊരു സ്ഥിരം സംഭവമല്ലേ? ഇതേക്കുറിച്ചൊക്കെ ഇത്ര പറയാനുണ്ടോ എന്ന് നാട്ടുകാർ പോലും ചോദിക്കും. കോടതി പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് പാർട്ടി തന്നെ തെളിയിക്കുന്നു. ഇപ്പോൾ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുന്നു. പക്ഷേ ആ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് നടത്തിയില്ലേ എന്ന ചോദ്യം അവിടെ നിൽക്കുകയല്ലേ പ്രസാദ്? ഉറപ്പായും സുജയ പറഞ്ഞതുപോലെ ഒരുപാട് കാലമായി കോടതി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ഇതിലൊന്നും ഒരു മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ആ പൊതുസമ്മേളനത്തിന്റെ സ്റ്റേജ് അടിച്ചത് രണ്ട് ഭാഗത്തുള്ള റോഡിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായി കൊട്ടിയടച്ചു, ഒരു ഭാഗത്തുകൂടിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചത് റിപ്പോർട്ടറാണ്. നമ്മളാണ് പ്രധാന റിപ്പോർട്ടായി പുറത്തു കൊണ്ടുവന്നത്. നമ്മുടെ റിനു ആണ് അന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത് പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്ന്. സ്കൂൾ ബസ്സുകൾ കുടുങ്ങിക്കിടക്കുന്നതും ആളുകൾ വലിയ ബുദ്ധിമുട്ടുന്നതും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സുജയ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിലെ പോയിന്റ്. അതായത് തലസ്ഥാനവാസികൾക്കിത് പതിവ് കാഴ്ചയൊന്നുമല്ല. പക്ഷേ അന്ന് അതൊരു വാർത്തയായി അവസാനിക്കേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നീടാണ് കോടതിയെ സമീപിക്കുന്നത്. കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഇതിന്റെ ചിത്രമാകെ മാറുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഉണ്ടായ അപ്ഡേഷൻ എന്ന് പറയുന്നത് 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളും പ്രതികളായ ഒരു കേസ് പോലീസിന് എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആ ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു പോലീസും അതുപോലെ തന്നെ പാർട്ടി നേതാക്കളും വിചാരിച്ചിരുന്നുവെങ്കിൽ അത് നടന്നില്ല. ഏറ്റവും അവസാനം ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ അക്കാര്യം പറയുന്നുമുണ്ട്. തെറ്റ് പറ്റി എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പാർട്ടി വിചാരിച്ചാൽ മറ്റ് സ്ഥലങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയും. നമുക്ക് സുജയ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് മെല്ലെ പോയി നോക്കാം. തിരുവനന്തപുരം ആയുർവേദ കോളേജിന്റെ ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ A. വിജയരാഘവൻ, മറ്റെല്ലാ പാർട്ടി നേതാക്കളും PK ശ്രീമതി, ഐസക്, P. രാജീവ്, GRN, സജി ചെറിയാൻ, VN വാസവൻ, കടകംപള്ളി, വി ജോയ് എന്നീ നേതാക്കന്മാരുടെ എല്ലാം, അതായത് സ്പാറ്റോ രജത ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഫ്ലക്സിൽ നിന്ന് തുടങ്ങിയാൽ ഇങ്ങോട്ട് വന്ന് വീണ്ടും പിണറായി വിജയൻ, R. ബിന്ദു രണ്ടുപേരെയും കാണാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ വീണ്ടും കരുതലും കൈത്താങ്ങും എന്ന സർക്കാരിൻ്റെ പരിപാടി തന്നെയാണ് റോഡിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറം കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വലിയ ഫ്ലക്സും വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ മറ്റ് പലയിടങ്ങളിലും നമ്മുടെ നടപ്പാത പോലും കയ്യേറുന്ന നിലയിലാണ് പല ഫ്ലക്സുകളും വെച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയ പാർട്ടികളുടെയോ സർക്കാരിൻ്റെയോ പരിപാടികൾ മാത്രമല്ല, വിവിധ ആരാധനാലയങ്ങളുടെ വലിയ ഫ്ലക്സുകൾ കാണാം, കടകളുടെ ഫ്ലക്സുകൾ കാണാം. അതോടൊപ്പം തന്നെ ആളുകൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില കച്ചവടക്കാരുടെ കയ്യേറ്റങ്ങൾ കാണാം, വലിയ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കയ്യേറ്റങ്ങൾ കാണാം. ചുരുക്കത്തിൽ എന്താണോ ഹൈക്കോടതി പലതവണയായി പറഞ്ഞിരിക്കുന്നത് അതിന് പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലാണ് ഈ പെരുമാറ്റങ്ങളെല്ലാം എന്നുള്ളതാണ് ഈ കാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തല്ല മാത്രമല്ല, സച്ചിൻ ക്യാമറ അങ്ങോട്ടേക്ക് തിരിച്ചാൽ ഈ ഭാഗത്ത് എല്ലായിടത്തും ഇതുപോലെ വലിയ ഫ്ലക്സുകൾ ഓരോ ഭാഗത്തായി കാണാം. പലയിടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിമുടക്കുന്ന രീതിയിലുണ്ട്, വഴിമുടക്കാത്ത രീതിയിലുണ്ട്. പക്ഷേ തത്വത്തിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ ഇത്തരം സ്ഥലങ്ങളിൽ പാടില്ല എന്ന് പറയുന്നത് ഒന്നും നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും അതിന് നേതൃത്വം നൽകേണ്ടവർ തന്നെയാണ് ഈ ഫ്ലക്സുകളിലെല്ലാം
സ്ഥാനം പിടിച്ചത് എന്നുള്ളത് കൊണ്ടും ഇവരാരും നീക്കാനും പോകുന്നില്ല. ഹൈക്കോടതി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആരെങ്കിലും കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതുപോലെ ഒരു കേസുണ്ടാകും, ഒരു ഏറ്റുപറച്ചിലുണ്ടാകും എന്നല്ലാതെ ഇതില്ലാതാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പാർട്ടി സമ്മേളനം ഒരുപാട് നടക്കുന്നു, ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നടക്കുന്നു. ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല സുജിയ, ചില ക്ഷേത്രങ്ങളാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ റോഡ് പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള കാഴ്ചകളാണ് പലയിടങ്ങളിലും നടക്കുന്നത്. അത് രാഷ്ട്രീയ ശരിക്കും അതൊരു കയ്യേറ്റം തന്നെയാണ്. ടി വി പ്രസാദ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കയ്യേറ്റത്തിന്റെ സ്വഭാവം അതിന് വരുന്നുണ്ട്.